ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു വെറൈറ്റി സ്നാക്സ് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇന്നും നമ്മളൊരു എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ നന്നായി മൊരിയിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മുടെ മക്കൾക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ മക്കൾക്ക് വയറ് നിറയെ കഴിക്കാൻ വേണ്ടി കൊടുക്കാനും കൂടി പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പഴം ഞാൻ ആവിയിൽ വേവിച്ച് വെച്ചതാട്ടോ. വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്കിതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടൂല. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആവി കയറ്റിയിട്ട് എടുത്താൽ മതി കേട്ടോ പഴം. പിന്നെ ഒത്തിരി വെന്തളിഞ്ഞ പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ വേവിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഒന്നും കൂടെ വേവിച്ച് അത് നല്ലോണം വെള്ളം പോലെ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ 2 പഴം ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ അരിയൊക്കെ ഒന്ന് കളയണം കേട്ടോ. പിന്നെ ചൂടോടെ കൂടെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുതേ. അപ്പോൾ ഇതാ പഴത്തിനത് അതുപോലെ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലെ അരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാം ചൂടോടെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പണിയും എളുപ്പമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതാ പഴത്തിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോ അതുപോലെ ഒരു ഫോർക്കോ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർക്ക് കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ ഒരു കട്ട പോലും ഇല്ലാണ്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ. കണ്ട അതുപോലെ നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ്. അപ്പം ഞാനിതാ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതാ ഞാൻ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ്. അപ്പം അതിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകമോ കറുത്ത എള്ളോ എടുക്കാം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചിട്ട് അതും ചേർക്കാം കേട്ടോ. അപ്പം അതൊക്കെ നമ്മുടെ താല്പര്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ഒന്ന് ഒരിക്കൽ ഇനി ബട്ടർ ആണെന്ന് വെച്ചെങ്കിൽ അതാണിരുന്നാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് ഞാൻ അതൊന്നും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മുടെ പഴത്തിൻ്റെ മധുരം ആ ഒരു മധുരം മതി കേട്ടോ. നമ്മളിതിൽ പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മധുരം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ കയ്യിൽ ഇത്തിരി ഒന്ന് നെയ്യ് തടവിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ നമ്മൾ ഈ ഒരു കുഴച്ച് വെച്ചിട്ടുള്ള എടുത്തിട്ട് ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആദ്യം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എളുപ്പമാവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ അപ്പം ഇങ്ങനെ മുഴുവനും ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പം ഞാൻ ചെറിയ അളവിലാണ് കാണിക്കുന്നത്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ളതാണ്. ഒത്തിരി കൂടുതലായിട്ടൊന്നും കഴിക്കൂല കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മുടെ കൈക്ക് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ട ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരികും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ കൈക്കടിയിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഒരു കുഞ്ഞു കട്ട്ലറ്റിനൊക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളിത് എണ്ണയിലിട്ടിട്ട് പൊരിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം എന്നാലല്ലേ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിതാ ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എണ്ണയിലിട്ട് പൊരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബോൾസ് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഇനി നമ്മളത് നന്നായിട്ട് വൃത്തിക്കാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കൈക്കടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി കണ്ട് തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൈക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പം അത് നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തോട്ടെ കേട്ടോ. നമ്മൾ വേറെ മാവിലൊന്നും മുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ടായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു അര ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. നമുക്ക് മക്കൾക്ക് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു പാനിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ മുഴുവനായിട്ടും നമുക്ക് മൊരിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഇനി എത്രത്തോളം നല്ലോണം മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു തവണ മാത്രമാണ് നമ്മൾ ഈ ഒരു തവണ ഇട്ട് കൊടുത്ത സ്നാക്സിന് ഒരു തവണ മാത്രമാണ് നമ്മൾ ആ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗം ആവുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു, വീണ്ടും ഞാനിതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിത് പാനിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യ് നിങ്ങൾക്ക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്നാക്സ് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനി എണ്ണയിൽ മുക്കി പൊരിക്കുന്നതുകൊണ്ട് പൊരിക്കടി കഴിക്കാൻ പാകില്ല എന്നൊക്കെ, ഇഷ്ടമല്ല, പൊരിക്കടി കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇതുപോലൊക്കെ ഒന്ന് എണ്ണയിൽ മുക്കി പൊരിക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ഒന്ന് അടിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി സ്നാക്സിൻ്റെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് കണ്ടോ, പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഉള്ളിൽ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മൾ മധുരം ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നമ്മൾക്ക് കഴിക്കുമ്പോൾ അത് മടുക്കൊന്നുമില്ല കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പഴം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് നമ്മുടെ വീഡിയോസിനെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.